നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എക്സ്പ്രസ് ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 8-ാം തീയതി കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് എന്ന പ്രദേശത്ത് ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ എന്ന 7 വയസ്സുകാരിയായ പിഞ്ചു മോളെ തെരുവുനായ കടിക്കുകയുണ്ടായി. അടുത്ത കുത്തിവെപ്പ് ഈ മാസം 6-ാം തീയതി എടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മോൾക്ക് വളരെ ദ്രുതഗതിയിൽ പനി പെടുകയുണ്ടായി. ഈ പനി ദിവസം പ്രതി അല്ലെങ്കിൽ മണിക്കൂറുകൾ പ്രതി കൂടിക്കൂടി വന്ന സാഹചര്യത്തിൽ കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എൻ്റെ രക്ഷിതാക്കൾ എത്തിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിന്റെ ആരോഗ്യനില വീണ്ടും വഷളായതിനെ തുടർന്ന് കുഞ്ഞിനെ തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയുണ്ടായി. അവിടെ കുഞ്ഞ് വളരെ അത്യാസന്ന നിലയിൽ ഇന്ന് കഴിയുകയാണ്. ഇവിടെ ഭരണാധികാരികൾ തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല പല നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. തെരുവുനായയുടെ ശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ നിയമങ്ങളൊക്കെ പേപ്പറിൽ ഒതുങ്ങുമ്പോൾ ഈ നായ്ക്കളെ കൂട്ടത്തോടെ കൊല്ലണമെന്ന് ആരും അഭിപ്രായപ്പെടുന്നില്ല. എന്നാൽ ഈ നായ്ക്കളെ അതിൻ്റെതായ വാസയോഗ്യമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ വന്ധീകരിച്ചുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പഞ്ചായത്തിൽ എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരി വർഗ്ഗങ്ങൾ എടുക്കണം. ഒരു വാർഡിൽ 1000-ഓ 1200-ഓ ജനങ്ങളാണ് താമസിക്കുന്നതെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും 2-3 നായ്ക്കൾ എന്ന തരത്തിലാണ് നായ്ക്കൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഈ നായ്ക്കളെ വാസയോഗ്യമായ സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഈ നായ്ക്കളുടെ ശല്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോ ഇന്നത്തെ നടപടിക്രമങ്ങൾ മതിയാകുന്നില്ല. തെരുവുനായ്ക്കളുടെ വന്ധീകരണ പ്രവർത്തനം പഞ്ചായത്തോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തോ ജില്ലാ ഭരണാധികാരികളോ സംസ്ഥാന സർക്കാരോ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്നൊരു വാർഡിൽ 100-200 നായ്ക്കളുണ്ടെങ്കിൽ ഈ വന്ധീകരണ പ്രവർത്തനം നടത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിട്ട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് അർത്ഥത്തിലാണ് പുറത്തേക്ക് പോകാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങളെന്നോ മുതിർന്നവരെന്നോ പ്രായമുള്ളവരെന്നോ നോക്കാനോ അതറിയാനുള്ള വകതിരിവില്ലാത്ത ഈ നായ്ക്കൾ ഈ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെ ആക്രമിക്കപ്പെടുമ്പോൾ നോക്കുകുത്തിയാകുന്ന ഭരണാധികാരി വർഗ്ഗങ്ങളും അധികാരി വർഗ്ഗങ്ങളും ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറുകയാണ്. ദിനംപ്രതി നമ്മുടെ പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് ദിനംപ്രതി എത്രയെത്ര കുഞ്ഞുങ്ങളും മുതിർന്നവരുമാണ് ഈ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയാകുന്നത്. എത്രയെത്ര ജീവനുകൾ പൊരിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ കേരളത്തിലെ കൊച്ചു കാലത്തിൽ ഇതുപോലെ പിഞ്ചു ബാലിക തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെടുകയുണ്ടായി. ഈ തെരുവുനായയുടെ ആക്രമണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ തെരുവുനായയുടെ ശല്യത്തിൽ നിന്നും നമ്മുടെ നാടിനെ, കുഞ്ഞുങ്ങളെ, മുതിർന്നവരെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ബാധ്യത, ഉത്തരവാദിത്തം നമ്മുടെ ഭരണകൂടത്തിന് ഉള്ളതാണ്. തെരുവുനായയുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ബന്ധപ്പെട്ടവർ, ഇതിന്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ക്യാമറാമാൻ നിയാസിനോടൊപ്പം റൻഷാദ് ഖാൻ, കണ്ണനല്ലൂർ.